എന്ത് തോന്നിയാസം ചെയ്യാന്നോ? നിങ്ങൾ കേട്ടണോ മറ്റാ ഗോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയണേ ആ ഇബ്ലീസ് ത്വരീഖത്തിന്റെ അപ്പോസ്തലൻ മടവൂർ കോട്ടയിൽ പോയി കണ്ട് പറഞ്ഞ് ആ ചങ്ങാതി പറയാണ്, വടിത്തങ്ങൾ അടുക്കൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു തെറ്റ്, വടിത്തങ്ങൾ അടുക്കൽ നിന്ന് നമ്മളെ കണ്ണിൽ നമ്മൾ കാണുന്ന ഒരു തെറ്റ്, നമ്മളെ കണ്ണിൽ ഒരു വിഷയം തെറ്റായിട്ട് നമ്മൾക്ക് തോന്നലപ്പോഴാ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച റബ്ബ് നൽകി ഹബീബായ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ കൈമാറി പോന്ന് നമ്മളെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഫത്ഹുൽ മുഈനിലൂടെ, അതുപോലെ മറ്റുള്ള ഇമാമിയങ്ങൾ ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള നബവി ഇമാമിനെ പോലെയുള്ള മഹാന്മാരായ അയിമത്തുകൾ അവരൊക്കെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു. നമ്മൾ ഉസ്താദുമാർ, നമ്മുടെ പഴയകാല ഉസ്താദുമാരും മശായിഖന്മാരും നമ്മെ പഠിപ്പിച്ച വിശുദ്ധമായ ശരീഅത്തിന്റെ അറിവ്, ആ അറിവ് അതിന് എതിരായിട്ട് ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോഴല്ലേ നമുക്ക് തെറ്റായിട്ട് തോന്നല്. നമ്മൾ തന്നെ പരമാവധി എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ഒപ്പിക്കാൻ കഴിയോ നോക്കൂ. അത് ചിലപ്പോൾ ജായിസേക്കാൻ ചില ഇമാമിങ്ങൾ ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കറാഹത്തായിരിക്കും. നമ്മളൊരു തെറ്റാണ് എന്ന് സാധാരണ ഒരു മനുഷ്യൻ തന്നെ ഒരു വിഷയത്തെ കുറിച്ച് ഒരാളിൽ നിന്ന് കാണുമ്പോൾ എപ്പോഴാ പറയാ, ഈ ഒരു നിയമത്തിനെതിരായിട്ട് കാണുമ്പോഴല്ലേ, വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരായിട്ട് കാണുമ്പോഴല്ലേ. എന്നിട്ട് കോമാടം പറയാണ്, ഈ വടിത്തങ്ങളെ കയ്യിൽ നിന്ന് വടിത്തങ്ങളിൽ നിന്ന് ഒരു തെറ്റായിട്ട് നമ്മളെ കണ്ണിലൂടെ കാണുന്ന ഒരു തെറ്റ് എത്രയോ നമ്മൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ശരികളിൽ മുകളിലാണ്. എന്നിട്ട് എന്ത്, ഇയാൾക്ക് തെറ്റ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള. എന്നിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അതൊന്നൊരു തെറ്റല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന മുന്നിലിരിക്കുന്ന കഴുത കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുക. കേട്ടോക്കി, ഞാൻ കേൾപ്പിച്ചുതരാം. അവരുടെ കർമ്മം, അവരുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണ്. യഹ്യൽ ബുഖാരി തങ്ങൾ നമ്മുടെ കാഴ്ചയിൽ അവരെടുത്തുനിന്ന് നമ്മൾ കാണുമ്പം തെറ്റാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണെന്ത് നമ്മളെ കാഴ്ചയിൽ ഓരോ ഒരു തെറ്റ്. അപ്പൊ എന്തായാലും പവർ നമുക്ക് കള്ളത്തരാന്ന് തോന്നുന്നത് എന്തോ ഒരു കാര്യം. നമ്മൾ പലതും പഠിച്ചു വെച്ചതുണ്ടാവും, മനസ്സിലാക്കി വെച്ചതുണ്ടാവും, പല സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചു വെച്ച ശരികളുണ്ടല്ലോ, അത് എവിടുന്ന് പഠിച്ച ശരികളാണെന്നറിയോ? ഞങ്ങൾ പഠിച്ചു വെച്ചത് അത് മഹാന്മാരായ അയിമ്മത്ത് പഠിപ്പിച്ചെന്നാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, അവിടുന്ന് സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങളിലൂടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് അയിമ്മത്തുകളിലൂടെ, ഈ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് അവിടുത്തെ അസ്ഹാബിലൂടെ, അങ്ങനെ ബഹുമാനപ്പെട്ട നബവി ഇമാമും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹിയും അതുപോലെയുള്ള മഹത്തുക്കളായ ഇമാമിയങ്ങളും, അങ്ങനെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അടക്കമുള്ളവരും, അങ്ങനെ അവർ മഹാന്മാരായ കഴിഞ്ഞുപോയ അയിമ്മത്ത് പഠിപ്പിച്ചു തന്നതാണോ ഞങ്ങൾ പഠിച്ച ശരികള്? അതിനെതിരായി ആര് എന്ന് അവർ പഠിപ്പിച്ച വിശുദ്ധമായ ശരീഅത്തിന്റെ അറിവുകൾക്കെതിരെ ആര് എന്ത് ചെയ്തത് ഒക്കെ തെറ്റന്നെ. എന്നിട്ട് ഇജ്ജി പോരെ 10,000 ശരികളിൽ മേലെയാണ് ഓല ശരി. എന്നിട്ട് ആ പാപത്തിന് തെറ്റ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ പാപത്തിന് മാത്രല്ല, ഇത് അന്യം കൂടി ഉൾപ്പെടുത്തി കണ്ട ജി പറയണത്. കാരണം എന്റെ മുന്നിലിരിക്കുന്ന കാട്ടുകള്ളം ആ സാധുക്കളുണ്ട്, ഏത് മറ്റേ ആ കൈതക്കുട്ടികളുണ്ടല്ലോ, ആ കൈതക്കുട്ടികളെ മുന്നിൽ ഇജ്ജ് എന്ത് ചെയ്യണം, ഇജ്ജി ചെയ്യണ തെറ്റുകളൊക്കെ ഓരക്ക് അത് ഇതൊക്കെ ശരിക്കും ചെയ്യണതൊക്കെ ശരിയേക്കാരം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇജ്ജി കാട്ടുന്ന കോമാളിത്തര ചങ്ങ ഇതൊക്കെ. ആടെ കൊച്ചു കള്ള ആളേർക്കടില്ലല്ലോ കോമണ്ടിയെ ഇഞ്ചല്ലേ അയ്യൽ ബുഖാരി തങ്ങളെ പേര് പറഞ്ഞാണ്ടേ ഇഞ്ചാ ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ തൊള്ളിയും കാട്ടി നടന്നൊക്കെ വെളുപ്പിച്ചെടുക്കാൻ നോക്കുകയാണല്ലേ. ആള് തിരക്കടില്ല കേട്ടോ. പണ്ട് വായക്കുണ്ടി പോയി ഒളിച്ചിരുന്നില്ലേ കുത്തുബിയത്ത് നടക്കുമ്പോളേ ലേറ്റ് ഓഫാക്കിയ വല്ല അപ്പുറത്ത് പോയാണ്ട് വായക്കൊണ്ടേ പോയി ഒളിച്ചെന്നാണ്ട് ലേറ്റ് ഇട്ടപ്പം കൊണ്ട് വന്നാണ്ട് ഞാൻ ബാധാതരറ്റം പോയത് തന്നെ അറിഞ്ഞ. അപ്പൊ അയലക്കാരെ പിടിച്ച് 4 കൊടുത്തു തരണേ. ആ കൊടുത്തുക്കണമെന്നുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ. അതിനെ പറഞ്ഞേക്കുണ്ട് ചങ്ങായിച്ചെല്ലാം വായക്കൊണ്ടേ കുത്തിറങ്ങിനെന്ന് ഇഞ്ചാതി ഓരോ വിടലും മുട്ട് കണ്ടേ. ഓൻ ചെയ്യണ എല്ലാ തമ്മാടിത്തരും വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അയ്യൽ ബുഖാരിൻ്റെ ഒരു പേരും തെറ്റാണല്ല മോയന്തേ. ഏതെങ്കിലും ഒരു തെറ്റ് വേറെ ആരും ചെയ്യണ ശരിനേക്കാളും മേലെയാവുമോ? ശരി എപ്പോഴും ശരി തന്നെയല്ല മോയന്തേ. പൊട്ട പച്ച പൊട്ട ആരെ ചെയ്യും പൊട്ടനാക്കണേ.